നമസ്കാരം. മോദി സർക്കാർ പുതിയ വാഗ്ദാനങ്ങളുമായി 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. അതിനു മുമ്പ് അന്താരാഷ്ട്ര കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യൻ ജയിലിൽ അടയ്ക്കുമെന്ന ഒരു വാഗ്ദാനവും അവർ ഉന്നയിക്കുന്നുണ്ട്. 2014 അധികാരത്തിൽ വരുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ആ വാഗ്ദാനങ്ങളിൽ ഉൾപ്പെട്ടതാണ് ദാവൂദ് ഇബ്രാഹിമിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്ന ഒരു വാദം. എന്നാൽ ആ വാദങ്ങളൊക്കെ പൊളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പൊതുജനങ്ങൾ തിരിച്ച് സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ അതിനു മുൻപ് തന്നെ ആ വാദം വീണ്ടും ഉന്നയിച്ചിരിക്കുകയാണ്. ദാവൂദ് ഇബ്രാഹിമിനെ തിരിച്ച് ഞങ്ങൾ കൊണ്ടുവരുമെന്ന ഒരു വാദം അവർ ഉന്നയിച്ചിരിക്കുകയാണ്. 1993 മുംബൈ സ്ഫോടന കേസിലെ അല്ലെങ്കിൽ സ്ഫോടനത്തിന്റെ ആസൂത്രികൻ എന്ന് കാണുന്ന ദാവൂദ് ഇബ്രാഹിമിനെ ഇന്ത്യയുടെ അന്താരാഷ്ട്ര കുറ്റാന്വേഷണ ഏജൻസിയായ റോക്ക് പോലും തൊടാൻ പോലും സാധിക്കാത്ത അവസരത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ വാദം. കറാച്ചിയിലേക്ക് ഒരു മിന്നൽ ആക്രമണം നടത്തി ദാവൂദിനെ പിടികൂടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ആ ശ്രമം പാളിയത് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും ജനങ്ങളെ പറ്റിക്കാനുള്ള പുതിയ വാദവുമായി വരുമ്പോൾ ഒരു പ്രതീക്ഷയും ജനങ്ങൾക്കില്ല എന്ന ഒരു കാര്യവും കേന്ദ്രം തിരിച്ചറിയേണ്ടതുണ്ട്. ഒപ്പം ആരായിരുന്നു ദാവൂദ്, എന്തായിരുന്നു ദാവൂദ്, ആരാണ് ദാവൂദിനെ വളർത്തിയത് എന്നുള്ള ചോദ്യങ്ങൾക്ക് അവരിൽ തന്നെ ഉത്തരങ്ങളുണ്ട്. 1993 മുംബൈ സ്ഫോടന കേസിൽ ദാവൂദ് പ്രതിയാകുമ്പോൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ലെവലിൽ തന്നെ വലിയ ഒരു കുറ്റവാളിയായി മാറുമ്പോൾ ഹാജി മസ്താനും കരീം ലാലയും ഒക്കെ വാഴ്ന്നിരുന്ന മുംബൈയിലേക്ക് ഒരു മാസ് എൻട്രി നടത്തി അവിടെ ഒരു വലിയ അധോലോക നായകനായി മാറാൻ ദാവൂദിന് സാധിച്ചതിന് പിന്നിൽ ചിലരുടെ കൈകളുണ്ട് എന്ന ഒരു കാര്യവും പൊതുജനങ്ങൾക്കറിയാവുന്നതാണ്. ദാവൂദിന്റെ വളർച്ചയ്ക്ക് പിന്നിലും ചിലരുടെ കൈകളുണ്ട്. 44,511 കോടി രൂപയുടെ ആസ്തിയാണ് ദാവൂദ് ഇബ്രാഹിമിന് ഉള്ളത്. ഒപ്പം മുംബൈയില് 1990കളിൽ തന്റെ അനുജനെ എതിരാളികളുമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ തന്റെ അനുജൻ വധിക്കപ്പെടുന്നു. തുടർന്ന് എതിരാളികളെ മൊത്തം ഇല്ലാതാക്കിയതിനു ശേഷം എൻകൗണ്ടറിനുള്ള പദ്ധതികൾ തയ്യാറാക്കിയതിനു ശേഷം ദാവൂദ് ഇന്ത്യ രാജ്യം വിടുകയായിരുന്നു. തുടർന്ന് കറാച്ചിയിലെ ഒളിത്താവളത്തിലുണ്ട് എന്നുള്ള ഒരു വിവരം മാത്രമാണ് ഇന്ത്യയുടെ റോക്ക് അടക്കം ലഭിച്ചിരുന്നുള്ളത്. തുടർന്ന് ദുബായിലും ദോഹയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്തുന്ന ദാവൂദിന്റെ വിവരങ്ങൾ അല്ലെങ്കിൽ ദാവൂദിനെ പിടിക്കാൻ വേണ്ടി പോകുന്ന വിവരങ്ങൾ നൽകുന്നത് ഇന്ത്യയിലെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരാണെന്നുള്ളത് നേരത്തെ ആരോപണം ഉണ്ടായതാണ്. അപ്പോൾ ദാവൂദിനെ വളർത്തിയതും ദാവൂദിനെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതുമൊക്കെ ഒരാൾ തന്നെയാണ് എന്നറിയുമ്പോഴാണ് മറ്റൊരു ചിരി പടർത്തുന്നത്. അതായത് ദാവൂദിനെ പിടികൂടുക എന്നുള്ളത് 2014 മോദി സർക്കാർ വലിയ വിടുവായിത്തരമളിക്കിയിരുന്നു. ദാവൂദിനെ പിടിച്ചില്ലെങ്കിൽ തനിക്ക് വിശ്രമമില്ല എന്ന് പറഞ്ഞിരുന്ന മോദി ആ സമയത്തൊക്കെ വിദേശ സന്ദർശനം നടത്തി സുഖിക്കുകയായിരുന്നു എന്ന് വേണമല്ലേ പറയാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാവൂദിനെ വേട്ടയാടുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമാണ് റോക്ക് മുന്നിലുള്ളത്. 63 വയസ്സുകാരനായ ദാവൂദിനെ പിടികൂടാൻ ഇന്നിതുവരെ സാധിച്ചിട്ടില്ല. അത് ഇന്ത്യന്റെ റോ പറയുന്നുള്ളത് ISIയുമായി, അതായത് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുമായുള്ള വലിയ ബന്ധമാണ് ദാവൂദിനെ പിടികൂടാൻ സാധിക്കാത്തതെന്നാണ് റോ അവകാശപ്പെടുന്നതെങ്കിലും എന്നാൽ ദാവൂദിന് ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരങ്ങൾ, ഇന്ത്യയുടെ നീക്കത്തിന്റെ വിവരങ്ങൾ നൽകാൻ ഇവിടെ തന്നെ ഉണ്ട് ആളുകൾ എന്ന കാര്യവും ഇവർ തിരിച്ചറിഞ്ഞിട്ടും തിരിച്ചറിയാതെ നിൽക്കുന്നതിന്റെ കഥ പൊതുജനങ്ങൾക്ക് വ്യക്തമാണെന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.